റോബിൻജി, നമ്മൾ ഇന്ന് അവിചാരിതമായിട്ടാണെങ്കിലും സംസാരിക്കുന്നത് മൊത്തം ചാരന്മാരെ കുറിച്ചിട്ടാണ്. ചാരന്മാരുടെ ലോകമല്ലേ. അതെ. അപ്പോൾ ഇത്തവണ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ UK ചൈനീസ് ചാരന്മാരെ ശ്രദ്ധിക്കണം, അവരെവിടെയൊക്കെ വന്ന് ചേരുമെന്നുള്ളത് അറിയില്ല, അതുകൊണ്ട് അവരെക്കുറിച്ച് ശ്രദ്ധിക്കണം, ശ്രദ്ധയോടെ ഇരിക്കണം, നിരീക്ഷിക്കണം എന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും ഭീകരമല്ല. നമ്മളെപ്പോഴും കേൾക്കുന്നത് മൊസാദ്, CIA പോലുള്ള ചാര സംഘടനകളെ കുറിച്ചാണല്ലോ. അപ്പോൾ ബ്രിട്ടനും ഉണ്ടാകാം ഇത്തരത്തിലൊരു ഇന്റലിജൻസ് ഏജൻസി M15. അപ്പോൾ ആ ഏജൻസി ഉണ്ടായിരുന്നിട്ട് പോലും ചൈനയുടെ ചാരന്മാരെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അതിഭീകരന്മാരായിരിക്കണമല്ലോ ചൈനീസ് ചാരന്മാരൊക്കെ. എന്താണ് അങ്ങനെ നിരീക്ഷിക്കണം എന്ന് പറയാൻ ഇപ്പോൾ പെട്ടെന്നുണ്ടായ കാരണം? ചൈനയുടെ ചാരന്മാരെ നിരീക്ഷിക്കണമെന്ന് M15 ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ ഏജൻസി പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിസങ്കീർണമായും അപകടകരമായിട്ടുള്ള ചില മൂവ്മെന്റുകളുണ്ട്. നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസികളായ CIA, നമ്മുടെ റോയുണ്ട്, അതുപോലെ തന്നെ മൊസാദ് ഉണ്ട്, KGBയുടെ പുതിയ രൂപമുണ്ട്. ഇതൊക്കെയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. വളരെ ശക്തവും വളരെ കൃത്യവുമായിട്ടുള്ള ഏജൻസികളാണ് ഇവരെല്ലാവരും. വളരെ മോശമായിട്ടുള്ള സകലമാന കുതന്ത്രങ്ങളും ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ IS, പാകിസ്ഥാന്റെ ISI എന്ന് പറയുന്ന ഏജൻസി. ആ ഏജൻസിയെ നമ്മളിപ്പോൾ തൽക്കാലമായിട്ടത് കണക്കൂട്ടുന്നില്ല. കുതന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നല്ല കാര്യങ്ങൾ ഒന്നുമല്ല ഈ തരത്തിലുള്ള ചാരന്മാരെ ചെയ്യുന്നത്, ഏജൻസികൾ ചെയ്യുന്നത്. പക്ഷെ ആ തിന്മയ്ക്കകത്ത് വീണ്ടും തിന്മ കുത്തിത്തിരിക്കുന്ന ആൾക്കാരാണ് അവർ. അത് വിട്ടേക്കും. ഇവിടെ ചൈനയുടെ പക്ഷെ കാര്യം അങ്ങനെയല്ല. UK ഇപ്പോൾ പറയുന്നത് തങ്ങളുടെ പൗരന്മാരോട് ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം എത്ര സങ്കീർണമാണ്, എത്രത്തോളം ഗൗരവകരമാണ്, വലുതാണെന്ന് അറിയണമെങ്കിൽ എന്താണ് ചൈനയുടെ ഈ കീ ഏജൻസികൾ എന്ന് അറിഞ്ഞാലാണ് നമുക്കത് മനസ്സിലാവുക. അവരുടെ പ്രവർത്തന രീതികളും നമ്മുടെ സമസ്ത ജീവിത മേഖലകളുമായിട്ട്, ലോകത്തിൻ്റെ സമസ്ത ജീവിത മേഖല, നമ്മുടെയൊക്കെ ലൈഫുമായി ബന്ധപ്പെട്ടാണ് അത് കിടക്കുന്നത് എന്നറിയുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുക. ചൈനയ്ക്ക് പ്രധാനമായിട്ടും ഒന്നിലധികം ഈ ഏജൻസികളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമാണ് മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി, MSS എന്ന ഏജൻസി. അപ്പോൾ ഇത് ചൈനയുടെ പ്രധാന സിവിലിയൻ രഹസ്യാന്വേഷണ ഏജൻസിയാണ്. സിവിലിയൻ എന്ന് വെച്ചാൽ സാധാരണ ആളുകളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള, സിവിലിയൻസിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏജൻസിയാണ്. അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലെ വിവരങ്ങൾ ശേഖരിക്കുക, കൗണ്ടർ ഇന്റലിജൻസ്, അതായത് എതിരാളികളുടെ നീക്കങ്ങളെ തടയുക, അത് മനസ്സിലാക്കിയിട്ട് തടയുക, കൗണ്ടർ ഇന്റലിജൻസ്, രാഷ്ട്രീയ സുരക്ഷ, ഇത്തരം കാര്യങ്ങളാണ് ഇവരുടെ ചുമതല എന്ന് പറയുന്നത്. ഇപ്പൊ അമേരിക്കയുടെ CIA, FBI ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുമല്ലോ. അത് രണ്ടും കൂടെ ചേർന്ന് പ്രവർത്തിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ രീതിയിലാണ് ഈ MSS പ്രവർത്തിക്കുന്നത്. അതായത് ദേശീയ സുരക്ഷയെ മുൻനിർത്തിയിട്ട് ചെയ്യുകയും ചെയ്യും. എതിരാളികൾ FBI ചെയ്യുന്ന പോലെയും CIA ചെയ്യുന്നതും കൂടെ രണ്ടും കൂടെ ചേർത്തിട്ടാണ്. അത്രയും ശക്തമാണെന്നാണ്. അടുത്തത് പീപ്പിൾസ് ലിബറേഷൻ ആർമിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണല്ലോ PLA. അവരുടെ പിന്നെ മിലിറ്ററി ഏജൻസി കൂടിയാണത്. അവരുടെ ആർമിയുടെ പിന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് പീപ്പിൾസ് ലിബറേഷൻ ആർമി. അവരുടെ ഇന്റലിജൻസ് വിഭാഗമാണ് ഇനി പറയുന്നത്. സൈന്യത്തിന്റെ കീഴിലുള്ള ഒരു വിഭാഗമാണ് ഈ ഇന്റലിജൻസ്. നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസ് പോലെ സൈബർ യുദ്ധങ്ങൾ, ഉപഗ്രഹ നിരീക്ഷണങ്ങൾ, സിഗ്നൽ ഇന്റലിജൻസ്, ഇത്തരം കാര്യങ്ങളാണ് ഇവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പം സൈബർ ഇടങ്ങളിലെ യുദ്ധങ്ങളൊക്കെ അവരാണ് പ്ലാൻ ചെയ്യുന്നത്. ഉപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവരാണ് പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സിഗ്നൽസ് പിടിച്ചെടുക്കുക, കൈമാറുന്ന സിഗ്നൽസുകളൊക്കെ ഹൈജാക്ക് ചെയ്തിട്ട് അതിനെ ജാം ചെയ്തിട്ട് അതിനകത്തുള്ള ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് അതെടുക്കുക, അതെടുത്തിട്ട് ഇന്റർപ്രിട്ടേഷൻ നടത്തിയിട്ട് അത് നിരീക്ഷിക്കുക, അത് എത്തേണ്ടടുത്ത് എത്തിക്കുക, ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികളുമുണ്ട്. അതിലാണ് ഇവർ ശ്രദ്ധിക്കുന്നത്. യുണൈറ്റഡ് ഫ്രണ്ട് വർക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്, UFWD എന്നാണ് അതിൻ്റെ പേര്. അത് ഒരു ചാരസംഘടന അല്ലെങ്കിലും വിദേശത്തുള്ള ചൈനീസ് പൗരന്മാരെയും ബിസിനസ്സുകാരെയും സ്വാധീനിച്ച് വിദേശത്ത് ഉള്ള ചൈനക്കാരെ സ്വാധീനിക്കുന്നു, ഇവർ സ്വാധീനിക്കുന്നു. എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി, CCPക്ക് വേണ്ടി അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനായി അവരെ ചുമതലപ്പെടുത്തും. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചുള്ള കഥകളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ കഥകളൊക്കെ സൃഷ്ടിച്ച് അവിടെ ഗ്രേറ്റ് പിന്നെ പാർട്ടി എന്ന നിലയ്ക്ക് ഒരു ഇമേജ് സൃഷ്ടിക്കലാണ് ഇവരുടെ പ്രധാന പരിപാടി. പിന്നെ ചാരപ്രവർത്തന രീതികൾ, മൊസദിന്റെ മോഡ് ഓഫ് ഓപ്പറാൻഡിയാണ് ഇവർ ചെയ്യുന്നത്. ചൈനയുടെ ചാരപ്രവർത്തനങ്ങൾ പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി ആധുനിക സാങ്കേതിക വിദ്യകൾ ഊന്നിയിട്ടാണ് അവർ, പഴയ രീതിയിലല്ല അവർ പോകുന്നത്. അപ്പം സൈബർ ചാരപ്രവർത്തനം നോക്കിയാൽ ലോകമെമ്പാടുമുള്ള സർക്കാർ സംവിധാനങ്ങളിൽ വൻകിട കമ്പനികൾ, പ്രതിരോധ സ്ഥാപനങ്ങൾ, അവയുടെയൊക്കെ സെർവറുകൾ ഹാക്ക് ചെയ്യുന്നതിൽ ചൈനീസ് ഹാക്കർമാർ കുപ്രസിദ്ധരാണ്.
അപ്പോൾ അവർ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരുപാട് പിന്നെ അറ്റംപ്റ്റുകളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അടുത്തത് ഈ ബൗദ്ധിക സ്വത്തവകാശ മോഷണമാണ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. ഇതാണ് ചൈനയുടെ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയാവുന്നത്. അത് എന്ന് വെച്ചാൽ മറ്റ് രാജ്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യകൾ, ആ സാങ്കേതിക വിദ്യകൾ, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ, വ്യാവസായിക രഹസ്യങ്ങളൊക്കെ മോഷ്ടിച്ചെടുക്കുക, എന്നിട്ട് അത് ചൈനയുടെ അത് ആക്കി മാറ്റുക, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുക, അതേ സാധനം തന്നെ ഉണ്ടാക്കുക, അവരുണ്ടാക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഉണ്ടാക്കുക. ഇതാണ് ചൈനയുടെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ ഇലോൺ മസ്ക് വലിയൊരു കുഴിയിൽ വീണിരിക്കുകയാണ്. ഒക്ടോപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇലോൺ മസ്കിന്റെ പുതിയ പ്രോഡക്റ്റ് ഉണ്ട്, പുതിയ റോബോട്ടിക് പ്രോജക്റ്റ് ഉണ്ട്. ആ റോബോട്ടിക് പ്രോജക്റ്റ് അദ്ദേഹം $1 ട്രില്യൺ ബിസിനസ് ആണ്. ആ കമ്പനി പൂർത്തിയാവുന്നതോടെയാണ് അദ്ദേഹം $1 ട്രില്യൺ ശമ്പളം വാങ്ങുന്ന ആളായിട്ട് മാറുക. അപ്പൊ ആ മോഹങ്ങൾക്ക് ഇപ്പോൾ ചൈന വെട്ടിയിരിക്കുകയാണ്. അതവിടെ ആലോചിച്ചപ്പോഴേക്കും അതിന്റെ പ്രൊഡക്ഷൻ പരിപാടി തുടങ്ങിയപ്പോഴേക്കും ചൈന ഇവിടെ ആയിരക്കണക്കിന് റോബോട്ട്സിനെ മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞു. സെയിം. അപ്പൊ ഇത് തന്നെ ആയിരിക്കും ഒരുപക്ഷെ നടന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രദർശനം കണ്ടു. ആ പ്രദർശനത്തില് അദ്ദേഹം പറയുന്ന ഒരു ഫോറിനറാണ്, ഒരു അമേരിക്കക്കാരൻ പറയുകയാണ്, അവരോട് സംസാരിക്കുക, നമ്മളെ ഈ ആപ്പിൾ ഫോണിന് ഇത്ര $100 ഉണ്ട്, 1000, 2000, 5000 വിലയുണ്ട്, എത്രയായാലും ഈ ഫോൺ ചൈന എത്ര രൂപയ്ക്ക് നിർമ്മിക്കുന്നു നിങ്ങൾക്ക് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ പലരും 100, 1000, 1500 ഇതൊക്കെ എല്ലാം 100-ന് മുകളിലാണ്. വെറും $10 കൊണ്ടാണ് ചൈന അത് നിർമ്മിക്കുന്നത്. ചൈന അത് നിർമ്മിച്ച് കഴിഞ്ഞു, മാർക്കറ്റിലേക്ക് കുത്തൊഴുക്കി കഴിഞ്ഞു. മനസ്സിലായോ? നമ്മളിവിടെ കിട്ടുന്ന, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളിവിടെ കിട്ടുന്ന ആപ്പിൾ ഫോണുകളൊക്കെ യഥാർത്ഥത്തിലുള്ള ആപ്പിൾ കമ്പനി നിർമ്മിച്ചതാണെന്ന്? അല്ല, ഒരിക്കലും അല്ല. ഈ മാർക്കറ്റിലേക്ക് കുത്തിയൊഴുക്കുന്ന നല്ലൊരു ശതമാനം അങ്ങനെയുണ്ട്. ഞാൻ പറയുന്നത് അത് ഇവിടെയുള്ള ആളുകൾ, ഇവിടെയുള്ള ഏജൻസികൾ, വിൽപ്പനക്കാർ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതെന്നല്ല ഞാൻ പറയുന്നത്. അവരെ പോലും കബളിപ്പിക്കുന്നുണ്ടാവും. ഇത് ഒറിജിനൽ എന്ന് വെച്ചുകൊണ്ട് തന്നെ അവരൊക്കെ അതല്ലാതെ നമ്മൾ ഒരുപാട് ആൾക്കാർ, സുഹൃത്തുക്കളൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, അവരങ്ങനെ ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതാണ് ഇവരുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ആ സാങ്കേതിക വിദ്യക്ക് കിടപിടിക്കുന്ന രീതിയിലാണ് ചൈന ഇത് ചെയ്യുന്നതെന്ന് ഓർക്കണം. അത് തല്ലിപ്പൊളിയല്ല, അതിന് സാങ്കേതിക വിദ്യ കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് ചൈന ചെയ്യുന്നത്, തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ. പിന്നെ ഇവർ വെക്കുന്നത്, ഇതാണ് അവരുടെ വളർച്ചയുടെ വലിയൊരു ഘടകം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികളെ ഗവേഷകരെയൊക്കെ ഉപയോഗിക്കും. വിദേശ സർവകലാശാല പഠിക്കുന്ന ചൈനീസ് വിദ്യാർത്ഥികളെ ഗവേഷകരൊക്കെ അക്കാഡമിക് വിവരങ്ങൾ ചോർത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 1000 ടാലൻസ് പ്ലാൻ എന്നാണ് ഇതിനെ ചൈന വിളിക്കുന്നത്. നരേന്ദ്രമോദിജി ഇതേപോലൊരു പ്ലാൻ ഇന്ത്യയിൽ, 1000 പ്ലാൻസ് എന്നല്ല, വേറൊന്നൊരു പ്ലാനാണ്. ഇന്ത്യക്ക് പുറത്തു പോകുന്ന, ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികളെ വിദേശത്തേക്ക് അയച്ചിട്ട് ഇതുപോലെ ടാലൻസിനെ വെച്ചിട്ട് അവിടെ പഠിച്ചുകൊണ്ട് അവിടെ വളർന്നിട്ട് ഇന്ത്യക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ചോർത്താനല്ല, കൂടുതൽ നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആയിട്ട് വന്നിട്ട് അവർ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കുക, അനുഗുണമായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഈ 1000 ടാലൻസ് പ്ലാൻസ് ആണ് പുതിയ തലമുറയെ അവർ ലക്ഷ്യമിട്ടിരിക്കുന്ന ഒരു വലിയ പ്ലാൻ എന്ന് പറയുന്നത്. അടുത്തത് ഹണി ട്രാപ്പുകളാണ്. രാഷ്ട്രീയക്കാരെ, ഉന്നത ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സ്ത്രീകളെ ഉപയോഗിച്ച് വശീകരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. വിദേശത്ത് അവർക്ക് പോലീസ് സ്റ്റേഷനുകളുണ്ട്, രഹസ്യ പോലീസ് സ്റ്റേഷനുകൾ. ചൈനീസ് വിമതരെ നിരീക്ഷിക്കാൻ, ചൈനക്കെതിരായി പ്രവർത്തിക്കുന്ന വിമതന്മാരായിട്ടുള്ള ആളുകളെ നിരീക്ഷിക്കാൻ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഇന്ത്യക്കെതിരൊക്കെ ഈ ചൈനീസ് പോലീസ് സ്റ്റേഷനുകൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഹിഡൻ പോലീസ് സ്റ്റേഷൻ. അപ്പം അതിർത്തി സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ആണവ നിലയങ്ങൾ, ടെലികോം ശൃംഖലകളൊക്കെ ലക്ഷ്യമിട്ടിട്ട് നിരവധി സൈബർ ആക്രമണങ്ങളൊക്കെ ഇവർ നടത്തും. അപ്പം പിന്നെ അടുത്തൊരു സാധനം, ഇന്ത്യൻ പൗരന്മാർക്ക് വായ്പ നൽകുന്ന പരിപാടിയാണ്. ആപ്ലിക്കേഷൻസിലൂടെ വായ്പകൾ നൽകും. നമ്മൾ ഈ കമ്പനികൾക്ക്, ഇന്ത്യൻ കമ്പനികൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ നേരെ വളരെ ലളിതമായ നടപടിക്രമങ്ങളാണ്. പെട്ടുപോയാൽ പെട്ടതാണ്, എത്ര പണമടച്ചാലും തീരാത്ത ഒന്നായി മാറും. അവർ ലക്ഷ്യമിടുന്ന ഒരു ഡാറ്റ ശേഖരിക്കലാണ്. ഈ ആളുകളുടെ ചാരപ്രവർത്തനത്തിൻ്റെ മറ്റൊരു മുഖമായിട്ട് ഇത് മാറുന്നു എന്നാണ്. അപ്പം ഇങ്ങനെയുള്ള ഹൈബ്രിഡ് യുദ്ധതന്ത്രങ്ങൾ, അപ്പം ചൈനീസ് ചാര ബലൂൺ US-ന്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല ഏതാനും കഴിഞ്ഞ വർഷം. അപ്പോൾ അത് പിന്നീട് വെടിവെച്ചിട്ടു അവർ. അപ്പോൾ അവർ പറഞ്ഞു അത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോയതായിരുന്നു, അത് കാലാവസ്ഥാ നിരീക്ഷണത്തിന് പോയപ്പോൾ അത് സ്ഥാനം തെറ്റിയിട്ട് കാറ്റിൽ പോയതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കമ്പോണൻസ് ഒക്കെ അവർ പിടിച്ചെടുത്തിരുന്നു. അപ്പം ഓപ്പറേഷൻ അറോറ വൻകിട കമ്പനികൾക്ക് നേരെയുള്ള, ഗൂഗിൾ, അഡോബൊക്കെ പോലുള്ള കമ്പനികൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ വളരെ പ്രശസ്തമാണ്. ഹണി ട്രാപ്പ് കേസിൽ തന്നെ ക്രിസ്റ്റിൻ ഫാങ് എന്ന് പറയുന്ന ഒരു ചൈനീസ് യുവതി അമേരിക്കയിലെ ഒരു കാലിഫോർണിയയിലുള്ള ഒരു രാഷ്ട്രീയക്കാരനുമായി ബന്ധം സ്ഥാപിച്ച് അദ്ദേഹത്തെ ഹണി ട്രാപ്പിൽ പെടുത്തി രഹസ്യങ്ങൾ ചോർത്തി. പക്ഷെ FBI അറിഞ്ഞപ്പോഴേക്കും അവർ ആ സ്ത്രീ രാജ്യം വിട്ടു. നമ്മുടെ എയിംസില്ലേ, അവിടെ സൈബർ ആക്രമണം നടത്തി 2022 ചൈനീസ് ഈ പറയുന്ന സൈബർ ആക്രമണങ്ങൾ നടത്തിയ മുംബൈയിൽ പവർ ഗ്രിഡ് തകരാറാക്കി നമ്മുടെ ഊർജ്ജോൽപാദനത്തെ തടസ്സപ്പെടുത്തി.
അപ്പം മാൽവെയർ ഉപയോഗിച്ചാണ്, ചൈനീസ് മാൽവെയർ ഉപയോഗിച്ചാണ് അവരത് ചെയ്തത്. അപ്പം അതോടുകൂടിയാണ് ഇന്ത്യ അലേർട്ടായത്, മുന്നറിയിപ്പ് ഉണ്ടായത്. ടിക്ടോക്കിലൂടെ അവർ ലോകത്തിൻ്റെ ഈ പറയുന്ന ഒരുപാട് ഡാറ്റകൾ ചോർത്തുന്നു എന്നാണ്. ഇന്ത്യയിൽ അതുകൊണ്ടാണ് അതിനെ നിരോധിക്കാൻ കാരണമായത്. ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ചൈനീസ് ചാരന്മാർ തങ്ങളുടെ രാജ്യത്തെ ആളുകളെ വശീകരിച്ചുകൊണ്ടോ അല്ലാതെയോ പാർലമെന്റിലൂടെ അവരുടെ പ്രതിരോധ സഹമന്ത്രി ലൂക്ക് പൊളാർഡ് മുന്നറിയിപ്പ് നൽകിയത്. അപ്പോൾ മനസ്സിലായോ എത്രത്തോളം തീവ്രമാണ് അവർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം M15 മുന്നറിയിപ്പാണ്, അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെയാണ്. അപ്പോൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കെന്ന വ്യാജേനയാണ് ചൈനക്കാർ ഇങ്ങനെ വരിക, നമ്മളെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക, നമ്മുടെ ആളുകളെ, രാഷ്ട്രീയക്കാരെ, സുരക്ഷാ ഉദ്യോഗസ്ഥരെയൊക്കെ കണക്ട് ചെയ്യുക. ഇതൊക്കെ അവർ ഈ പറഞ്ഞ രീതിയിൽ തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മോഷ്ടിക്കുക, ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അവരുടെ ലക്ഷ്യം ചാരപ്രവർത്തനമാണ്. അതുകൊണ്ട് എല്ലാ വ്യക്തികളും അലേർട്ടായിരിക്കണം, അത്തരത്തിലുള്ള ഒരു ബന്ധങ്ങളും സ്ഥാപിക്കരുത് എന്ന് ഒരു രാജ്യത്തിന് പരസ്യമായി പറയണമെങ്കിൽ, അവിടുത്തെ ഒരു മന്ത്രി പാർലമെന്റിൽ പ്രസ്താവിക്കണമെങ്കിൽ ചൈനയ്ക്കെതിരെ എത്രത്തോളം ജാഗ്രതയായിരിക്കണം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതും ബ്രിട്ടനെ പോലൊരു രാജ്യം പറയുകയാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ലോകത്തെല്ലായിടത്തും ഈ സൈബർ യുദ്ധം ചൈന മറ്റെല്ലാ രാജ്യങ്ങളും നടത്തുന്നുണ്ടെങ്കിൽ ചൈന ഇതിൽ അഗ്രഗണ്യന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളും കരുതിയിരിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തുള്ള പവർ ഗ്രിഡ് ഫെയിലിയർ പോലെ, മാൽവെയറുകൾ അയച്ചുള്ളത് പോലെ, ടിക്ടോക്ക് പോലെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഏജൻസികൾ പോലെ പൊടുന്നനെ ഇമ്മീഡിയറ്റ് ക്വിക്ക് മണി കിട്ടുന്ന അത്തരത്തിലുള്ള സംവിധാനം കാണുമ്പോൾ ചാടിക്കയറി നമ്മുടെ പ്രേക്ഷകരൊന്നും പോയി ക്ലിക്ക് ചെയ്യേണ്ടതില്ല. ചൈനീസ് കമ്പനികളൊക്കെ അതിൻ്റെ പിന്നിലുണ്ടാവും എന്ന് ശ്രദ്ധിച്ച് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. സൈബർ ആക്രമണത്തെക്കുറിച്ച് ഇന്ത്യയും ജാഗ്രതയുണ്ട്. എന്നാലും UK മുന്നോട്ട് വെച്ച ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം നമുക്ക് കൂടെയുള്ള ഒരു മുന്നറിയിപ്പായിട്ട് കാണണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.